ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഈ 2025 ഡിസംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച മുതൽ 12 രാശികളിൽ ഉൾപ്പെടുന്ന ഒരു 6 രാശിയിൽ ജനിച്ച നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സർവ്വദോഷങ്ങളും ആ കഷ്ടതകളുമൊക്കെ വിട്ടുമാറി നിങ്ങളുടെ സമയം തെളിയുന്നു എന്നുള്ളതാണ്. ഒരു നല്ല കാലം, ഒരു നല്ല സമയം ആരംഭിക്കുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന 6 രാശികളിൽ ജനിച്ച നക്ഷത്രത്തിൽ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചതുമായ എല്ലാവിധ പ്രശ്നങ്ങളും കഷ്ടതകളും ദുഃഖദുരിതങ്ങളും പൂർണ്ണമായി വിട്ടുമാറും എന്നുള്ളതാണ്. ഒരു നല്ല സമയം, നല്ല കാലം ആരംഭിക്കുന്നു. രാശിയിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി സഞ്ചാരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഫലം പറയുന്നത്. ഇതൊരു പൊതുഫലമാണ്. എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം ഞാൻ ഈ വീഡിയോയിലും എടുത്തു പറയുന്നു. ഒരേ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജനന ജാതകമായിരിക്കും. നമ്മളുടെ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. രാശിയിൽ നമ്മൾ എത്ര വലിയ ഗുണഫലങ്ങൾ പറഞ്ഞാലും എത്രത്തോളം ദോഷഫലങ്ങൾ പറഞ്ഞാലും ഒരേ രാശിയിലുള്ള ഒരു നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പോലും ആ ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ ഉണ്ടായിരിക്കും. അത് അവരവരുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ കൂടെ പരിഗണിച്ചാണ്. നമ്മൾ നല്ലത് പറഞ്ഞാലും അതുപോലെ ദോഷമുള്ള അനുഭവങ്ങൾ പറഞ്ഞാലും ഒരു രാശിയിലുള്ള നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് തന്നെ ഒരുപോലെ ആ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവത്തിൽ വരില്ല. ചിലപ്പോൾ ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിലോ ദോഷഫലങ്ങൾ ലഭിക്കുന്നതിലോ ഒക്കെ വളരെയധികം വ്യത്യാസങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണ് ജനന ജാതകത്തിൻ്റെ പ്രത്യേകത. നിങ്ങളെ സംബന്ധിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയാകാം. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ഡിസംബർ 12 വെള്ളിയാഴ്ച മുതൽ ഈ ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ വലിയ ഒരു മാറ്റമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് ഇടവം രാശിയിൽപ്പെട്ട പലരും. മനസ്സിനെ അലട്ടുന്നത്, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന, വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങൾ വന്നു ചേർന്നിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. ഏതായാലും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നുപോയ നിങ്ങൾക്ക് വളരെ വലിയൊരു ആശ്വാസം, നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നോക്കുമ്പോൾ ഇടവം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് നമ്മൾ തീരെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അത് അവരവരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഒരു വീഴ്ചയാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ആശുപത്രിവാസങ്ങളോ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇടവം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. മാനസികമായും ശാരീരികമായിട്ടും പലതരത്തിൽ ഒരു ക്ലേശങ്ങൾ അനുഭവിച്ച കുറച്ച് കാലഘട്ടങ്ങളായിരുന്നു പലരെയും സംബന്ധിച്ച്. നിങ്ങൾക്ക് ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സഹോദരങ്ങളുമായിട്ട് ചിലർക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് സഹോദരങ്ങളുമായിട്ടൊക്കെ ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു വാക്കുതർക്കം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അതുമൂലം മാനസിക ക്ലേശങ്ങൾ, സഹോദരങ്ങളുമായിട്ട് വേർപിരിഞ്ഞ് കഴിയേണ്ട ഒരവസ്ഥ, ഇതൊക്കെ അനുഭവത്തിൽ വന്നവരും ധാരാളമാണ്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ആ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അകൽച്ച, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ദൃഢത കൈവരുന്ന സമയം. സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കും. മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും വിട്ടുമാറും. സാമ്പത്തികപരമായിട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾക്കൊക്കെ അതിനൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയം, ഒരു നല്ല വഴി തെളിയും. നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ സാമ്പത്തികപരമായുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ സാധിക്കും.
അതുപോലെ തന്നെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നേരിട്ടിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. അവരവരുടെ കുടുംബത്തിലൊക്കെ മംഗളകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ അനുഭവിച്ചിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയം ഇടവം രാശിക്കാർക്ക് വിട്ടുമാറും. അപ്രതീക്ഷിതമായ നന്മകളൊക്കെ വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയം. വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നടക്കും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സകളൊക്കെ നടത്തി വന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മുക്തി ലഭിക്കുന്ന സമയം. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടും കിട്ടുന്ന അത്രയും നല്ലൊരു സമയത്തിൻ്റെ ആരംഭവുമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യം ഇല്ലാത്ത അല്ലെങ്കിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. നിങ്ങൾക്കതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങൾ, നല്ല കാര്യങ്ങൾ, മാറ്റങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇടവം രാശിക്കാർക്ക്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വളരെയധികം ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേരും. അത് അവരവർ ചെയ്യുന്ന ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അവരവരുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഈ ഒരു ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ നിന്ന് പോയിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, വിജയങ്ങൾ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഡിസംബർ 12-ാം തീയതി മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു സമയം മാറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ കർക്കിടകം രാശിയിൽ പ്പെട്ടവരെ സംബന്ധിച്ച് ഒരുപാട് അലച്ചിലുകൾ, പരിശ്രമങ്ങൾ, ക്ലേശങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളവരാണ്. നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്നിരുന്ന പണം ഒരു 10 രൂപ കയ്യിൽ വന്നാൽ അതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ചിലവഴിക്കേണ്ട ഒരവസ്ഥ. കൈകളിലേക്ക് പണം വരുന്നത് പോലെ തന്നെ അത് ചിലവായി പോകുന്നു. അതും കൂടുതൽ പാഴ്ചിലവുകളായിട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു പരമമായ സത്യം. ഒരു ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ കർമ്മ മേഖലയിൽ ഒരുപാട് തടസ്സങ്ങൾ, ക്ലേശങ്ങൾ, അലച്ചിലുകളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിരുന്നു. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലർക്കും ലഭിച്ച ഒരു സമയമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട ചില വ്യക്തികളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു ജോലി നഷ്ടപ്പെട്ട ഒരു അനുഭവവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നല്ല ഒരു പൊസിഷനിലൊക്കെ ഇരുന്ന പല വ്യക്തികൾക്കും പെട്ടെന്നൊരു സ്ഥാനചലനം, ഒരു മാറ്റമൊക്കെ ജീവിതത്തിൽ ലഭിച്ച ഒരു അനുഭവവും ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിരുന്ന അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കർമ്മസംബന്ധമായിട്ട് നിങ്ങൾ അനുഭവിച്ച പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും. ജോലിയില്ലാത്തൊരു വ്യക്തിക്കാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചൊരു ജോലി ലഭിക്കുന്ന സമയം. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കർമ്മത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന പാഴ്ചിലവുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുമെന്നുള്ളതാണ്. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ഒരു ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന വ്യക്തികൾ കർക്കിടകം രാശിയിൽപ്പെട്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിന് ഒരു അടിത്തറയൊക്കെ കെട്ടി ഇനി മുന്നോട്ട് അത് ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ടുള്ള പല തടസ്സങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയം നിങ്ങൾക്ക് ആ ഗൃഹത്തിന് യോഗമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. പൊതുവേ ഈ ഒരു സമയം കർക്കിടകം രാശിക്കാർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഉണ്ടാകും.
അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നു ചേരുക, എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ദമ്പതികൾ തമ്മിൽ ഭാര്യാഭർത്താക്കന്മാർ രണ്ടിടങ്ങളിലായിട്ട് താമസിക്കേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് വേർപിരിയലിൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയവുമാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ചില നന്മകൾ, നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സം, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയവുമാണ് കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച്. നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വന്നിരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും, അതും ചില വ്യക്തികളെ സംബന്ധിച്ച് വണ്ടി വാഹനങ്ങളിൽ നിന്ന് ചെറിയ അപകടങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾ നേരിട്ടിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള ആ കടം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് ചില യാത്രകൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു സമയം വളരെ ഉത്തമമാണ്. നിങ്ങൾക്കൊരു വിദേശ ജോലി, വിദേശവാസം, അങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയവുമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികളും അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറുക, കർമ്മം സംബന്ധിച്ചിട്ടുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി ചെറുതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് ഒരു വരുമാനം ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വരും. പ്രത്യേകം എടുത്തു പറയേണ്ടത്, ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്നവർ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമുണ്ടായി നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയവുമാണ്. അപ്രതീക്ഷിതമായി നന്മകൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരു സാമ്പത്തികപരമായിട്ട്, ധനപരമായിട്ട് സഹായം ലഭിക്കുവാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. കർക്കിടകം രാശിയിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കുവാനും സാധിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽ ജനിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഡിസംബർ 12 വെള്ളിയാഴ്ച മുതൽ സർവ്വ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരുടെ സമയം വളരെ നല്ലതാണ് മുന്നോട്ട്. ആദ്യമായിട്ട് എടുത്തു പറയേണ്ട ഒന്ന്, കന്നിരാശിക്കാർക്ക് കർമ്മസംബന്ധമായിട്ട് ഏറ്റവും നല്ല ശ്രേഷ്ഠതയുള്ളൊരു കാലഘട്ടം ആരംഭിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കർമ്മരംഗത്ത് ഏറ്റവും ഉയർച്ച ലഭിക്കുകയും അതുമൂലം ധാരാളം ധനവരവ് വന്നു ചേരുന്ന, ജീവിതത്തിൽ ഉയർച്ചകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. കന്നിരാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ അതിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നല്ല ഉയർച്ചകൾ ലഭിക്കുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ച ലഭിക്കും. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രമോഷൻ, സ്ഥാനമാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഉത്തമമായിട്ടുള്ള സമയമാണ്. ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ ധാരാളം ധനവരവ്, ഉയർച്ചകൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുക, അതുമൂലം നിങ്ങൾക്ക് പണം, പേര്, പ്രശസ്തി ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഒരു ജോലി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട് ഇരിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു സമയത്ത് പരിശ്രമിച്ചാൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ളൊരു ജോലി ലഭിക്കും. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പുതിയതായി തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അതിനുള്ള വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുന്ന സമയമാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ മുൻപിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുകയും അതുമൂലം മറ്റ് പുതിയ വ്യക്തികളുമായി പരിചയപ്പെടുവാനും നിങ്ങൾക്ക് പുതിയ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനുമൊക്കെയുള്ള സാഹചര്യം ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. ചെറിയ ചില പരിശ്രമങ്ങൾ നിങ്ങൾക്ക് വേണ്ടിവരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ വളരെ ഉയരുന്ന ഒരു സമയമാണ്. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കർമ്മസംബന്ധമായിട്ട് ഏറ്റവും വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വന്നു ചേരും. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക.
കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു സുഖം നിങ്ങളിലേക്ക് വന്നു ചേരുന്നൊരു സമയമാണ്. മനസ്സിനെയും ശരീരത്തെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും. ആ സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ മാതാവ് മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് ആ ഒരു അനുഗ്രഹം ലഭിക്കുക, അവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കും. പൂർവികപരമായിട്ട് മാതാവിൻ്റെ ആ ഒരു പൂർവിക വഴി ലഭിക്കേണ്ട എന്തെങ്കിലും നന്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയം കന്നിരാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ പലരുടെയും സ്വപ്നതുല്യമായ ആഗ്രഹം, സ്വന്തമായൊരു ഗൃഹം എന്നുള്ള ആഗ്രഹമൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയവുമാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ്, ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പല അകൽച്ചകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ കാലഘട്ടത്തിൽ വിട്ടുമാറി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ദാമ്പത്യ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുക. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലതാമസങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹം നടക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാ തരത്തിലും പൊതുവെ നിങ്ങൾ കന്നിരാശിക്കാർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാറ്റം, ഒരു ഗുണഫലമാണ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും. ഏറ്റവും എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ട് ലഭിക്കുന്ന ഗുണഫലങ്ങൾ, നന്മകൾ, മാറ്റങ്ങളാണ്. ഈ ഒരു സമയം കന്നിരാശിയിൽ ജനിച്ച ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും ജീവിതത്തിൽ കർമ്മസംബന്ധമായി ഏറ്റവും ശ്രേഷ്ഠത ലഭിക്കുന്ന സമയം. അതുപോലെ സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യമാണ്. പലർക്കും ഒരു ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി ലഭിക്കുന്ന സമയം. അങ്ങനെ എല്ലാ തരത്തിലും നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാല സമയം, കാലം കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അനുഭവത്തിൽ വരുമെന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട്. ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും മുന്നോട്ടുള്ള സമയം വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സമയം മാറുകയാണ്. അനുഭവിച്ചു വന്നിരുന്ന പല കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയാണ്. തുലാം രാശിക്കാർക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം, നന്മകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് തുലാം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് എന്നുള്ളതാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. വളരെ നല്ല രീതിയിലൊക്കെ ഒരു ബിസിനസ്സോ ഒക്കെ നടത്തി മുന്നോട്ട് പോയിരുന്ന പലർക്കും ആ ബിസിനസ്സിലൊക്കെ പലതരത്തിലുള്ള അപാകതകൾ, പാളിച്ചകൾ ഒക്കെ സംഭവിക്കുക, അതുമൂലം ധനപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരിക, ആ സാമ്പത്തിക പ്രതിസന്ധി അല്പം രൂക്ഷമാകുന്ന സമയം. ചിലർക്ക് നടത്തി വന്നിരുന്ന ബിസിനസ്സോ തൊഴിൽ സംരംഭങ്ങളൊക്കെ അടച്ചു പൂട്ടേണ്ടി വരുന്ന ഒരു അനുഭവമോ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങേണ്ട ഒരു അവസ്ഥ, അനുഭവമൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും എത്ര പരിശ്രമിച്ചാലും നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണഫലം ലഭിക്കുന്നില്ല, നമ്മുടെ കർമ്മരംഗത്തൊരു ഉയർച്ച ലഭിക്കുന്നില്ല. പലതരത്തിലുള്ള തടസ്സങ്ങൾ, നമുക്ക് ലഭിക്കേണ്ട നന്മകൾ അല്ലെങ്കിൽ ജോലിയിൽ ലഭിക്കേണ്ട ഉയർച്ചകളൊക്കെ അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം, ഇങ്ങനെ പലതരത്തിൽ കർമ്മസംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മരംഗത്തുള്ള എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ആ ബിസിനസ്, തൊഴിൽ രംഗങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ഈശ്വരാനുഗ്രഹം, അവസരങ്ങൾ, നന്മകൾ ലഭിക്കുക, സാമ്പത്തികപരമായ പ്രതിസന്ധികൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുക, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്നൊക്കെ ഒരു സാമ്പത്തികമായിട്ട് ധനസഹായം വന്നു ചേരുക, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ച് ആ കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ പരിപൂർണമായി വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും.
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന മാനസിക സംഘർഷങ്ങൾക്ക് ഒരു മാറ്റം ലഭിക്കും എന്നുള്ളതാണ്. മാനസികമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറുക. ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ കാലഘട്ടമെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലായിരിക്കും ഈശ്വരാനുഗ്രഹം ലഭിക്കുക. ഒരു മുന്നേറ്റം വന്നു ചേരുക. പലതരത്തിലുള്ള നന്മകൾ, മുന്നേറ്റങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഏത് തരത്തിലുള്ള കടബാധ്യതയോ സാമ്പത്തിക പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന പണം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പണം പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കും. അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾ മറ്റാർക്കെങ്കിലും പണമോ സ്വർണമോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു സഹായത്തിനായിട്ട് കൊടുത്ത് പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാത്തൊരവസ്ഥയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങൾ കൊടുത്ത പണം അല്ലെങ്കിൽ സ്വർണം ഇതൊക്കെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക. നിങ്ങളുടെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ നിങ്ങൾ നേരിട്ടിരുന്ന അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ, എത്ര നന്മകൾ ചെയ്താലും നേരിടുന്ന എതിർപ്പുകൾ, ശത്രുതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഉത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. തുലാം രാശിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തികൾ ഏതെങ്കിലും കോടതി കേസ് വ്യവഹാരങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി മുക്തരാവുക. ഇങ്ങനെയുള്ള നല്ല നല്ല മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള പല നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ ലഭിക്കുന്ന സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യമാണെങ്കിലും നിങ്ങളുടെ കുടുംബ ജീവിതമാണെങ്കിലും അവരവരുടെ സന്താനങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും ആരോഗ്യപരം അതുപോലെയുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം മാറ്റം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഈ ഒരു സമയം നിങ്ങൾ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ഓരോ തുലാം രാശിയിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും ഓരോ തരത്തിൽ അവരവരുടെ മനസ്സിനെ അലട്ടുന്ന അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുക, ഒരു ജീവിത മുന്നേറ്റം ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാലുള്ള സമയവും കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ഈ ഒരു കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അത് വ്യക്തിപരമായിട്ടും അവരവരുടെ കുടുംബത്തിലും കുട്ടികളുടെ കാര്യങ്ങളിലുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഡിസംബർ 12 വെള്ളിയാഴ്ച മുതൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. പലരെയും സംബന്ധിച്ച് ഈ ഒരു സമയം മുതൽ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ മകരം രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. പലർക്കും ജീവിതത്തിൽ പുതിയ ഒരു തുടക്കത്തിൻ്റെ സമയം അല്ലെങ്കിൽ നല്ലൊരു മാറ്റത്തിൻ്റെ സമയം എന്ന് തന്നെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട്, ധനപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വിട്ടുമാറുന്ന കാലത്തിൻ്റെ ആരംഭം എന്ന് പറയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകളാണ് പലരെയും ജീവിതത്തിൽ പിന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നിങ്ങളെ സംബന്ധിച്ച് മകരം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് അവർ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മോചനം, മാറ്റം ലഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്.
എത്ര വലിയൊരു സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വഴി, ഒരു ഈശ്വരാനുഗ്രഹം തുറന്നു കിട്ടുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ ഭൂമി സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഒരു ഭൂമി വിൽക്കുവാനുണ്ട്, നമുക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബാധ്യതകളുണ്ട്, പക്ഷെ വിൽക്കാൻ ഭൂമിയുണ്ട്, ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആ ബാധ്യതകൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ ഭൂമി വിൽക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല, പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയം മുതൽ ആ ഒരു ഭൂമിയൊക്കെ വിൽക്കുവാനുള്ള യോഗം വന്നു ചേരുക. ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുപോലെ പലരെയും സംബന്ധിച്ച് ഒരു ഗൃഹം നിർമ്മിച്ച് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ, ചിലരെ സംബന്ധിച്ച് വീടൊക്കെ ജപ്തി ചെയ്യുന്ന ആ ഒരു നിലയിലൊക്കെ എത്തിയിരിക്കുന്ന മകരം രാശിയിൽപ്പെട്ട പല വ്യക്തികളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം, മാറ്റം ലഭിച്ച് ആ കടബാധ്യതകളൊക്കെ പരിഹരിച്ച് അവരുടെ ഭൂമി, സ്വത്ത് ഒക്കെ സംരക്ഷിക്കുവാനുള്ള യോഗം ഈശ്വരൻ നൽകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു മാറ്റം, ഒരു മുന്നേറ്റം നിങ്ങളിലേക്ക് ലഭിക്കും. അനാവശ്യമായിട്ടുള്ള എല്ലാവിധ പാഴ്ചിലവുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ മകരം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ എന്താണോ അതിലൊക്കെ നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുക. ആ കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടമാണ്. ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കഴിവിന് അനുസരിച്ചൊരു നല്ല ജോലി ലഭിക്കുന്ന സമയം. അതുപോലെ വിദേശ ജോലി, വിദേശ ഭാഗ്യം, ആ ഒരു യോഗം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം നിങ്ങളിലേക്ക് വന്നു ചേരുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പുതിയൊരു കമ്പനിയിലേക്കോ പുതിയൊരു രാജ്യത്തേക്കോ ഒക്കെ ജോലിക്ക് ശ്രമിക്കുന്ന മകരം രാശിക്കാർക്കും സമയം വളരെ ഉത്തമമാണ്. കർമ്മസംബന്ധമായിട്ട് നല്ല നേട്ടങ്ങൾ ലഭിക്കും. പൂർവികപരമായിട്ട് ഭൂമിയോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു സമയം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. മകരം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളാൽ, സന്താനങ്ങളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ അവരവരുടെ കുട്ടികളുടെ ഉയർ വിദ്യാഭ്യാസമോ വിദേശ ജോലിയോ അവരുടെ വിവാഹമോ മംഗല്യകാര്യമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാതാപിതാക്കളായ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. അതിനുള്ളൊരു ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ലഭിക്കും. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോഴാണെങ്കിലും ആ ദാമ്പത്യ കുടുംബജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ, ഒരു നന്മകളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് ലഭിക്കും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം ലഭിക്കുകയും എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഭൂമിയോഗവും വണ്ടിവാഹന യോഗങ്ങളുമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് കാലങ്ങളായി ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന പല നന്മകളും ഈ ഒരു സമയത്ത് മകരം രാശിക്കാരെ തേടിയെത്തും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാലുള്ള അവസ്ഥയും കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ച് ജീവിതത്തിൽ നിന്ന് എല്ലാവിധ പ്രശ്നങ്ങളും ദുഃഖദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 6-7 കൊല്ലക്കാലമായിട്ട് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെന്ന് നിസ്സംശയം പറയാം. അത് അവരവർ ചെയ്യുന്ന ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അവരവരുടെ കുടുംബജീവിതത്തിലാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്നു വേണ്ട
പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ. വളരെ നല്ല രീതിയിലൊക്കെ ജീവിച്ചു വന്നിരുന്ന കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളും ജീവിതത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് വന്നൊരു അനുഭവമോ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുക, ഏറെ വിശ്വസിച്ചിരുന്ന പല വ്യക്തികളിൽ നിന്നും ചതിവ്, വഞ്ചന ലഭിക്കുക, നമ്മൾ വിശ്വസിച്ച് സഹായിച്ച പലരും ഒരു ചതിവ്, ഒരു വഞ്ചന ചെയ്തത് മൂലമുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആ ഒരു ബുദ്ധിമുട്ടുകൾ, അതുപോലെ കടബാധ്യതകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടിയും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും ഒക്കെ കടബാധ്യതകൾ ഒക്കെ പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത് അവസാനം അവരൊക്കെ കൈയൊഴിഞ്ഞൊരു കടബാധ്യത വളരെ ശക്തമായിട്ട് അനുഭവിക്കുന്ന വ്യക്തികളും കുംഭം രാശിയിൽ ധാരാളമുണ്ട്. അതായത് വേണ്ടപ്പെട്ടവർ സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും അധികം ചതിവ്, വഞ്ചന, അപഹാസ്യം, പരിഹാസം ഇതൊക്കെ അനുഭവിച്ച വ്യക്തികളാണ് കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വിട്ടുമാറുന്നൊരു നല്ല സമയം ആരംഭിക്കുകയാണ്. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ച ഓരോ വ്യക്തികളും അനുഭവിച്ച കാര്യങ്ങൾ നമുക്കൊരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. അതുപോലെ സാമ്പത്തികമായും ശാരീരികമായും ബന്ധങ്ങളുടെ പേരിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. ഈശ്വരാനുഗ്രഹം വളരെയധികം വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നൊരു സമയത്തിൻ്റെ ആരംഭമാണ്. ധൈര്യമായി മുന്നോട്ട് പോകാം. നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ, പരിഹസിച്ചവരുടെയൊക്കെ മുൻപിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ഈശ്വരൻ വഴിയൊരുക്കി നൽകുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലതും തിരിച്ചു ലഭിക്കുന്ന സമയമാണ്. അതൊരു ജോലിയുടെ കാര്യമാണെങ്കിലും, ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റമാണെങ്കിലും, സാമ്പത്തികപരമായിട്ട് ഉയർച്ചയാണെങ്കിലും, ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളാണെങ്കിലും എന്നു വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് ഈശ്വരാനുഗ്രഹം, ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കത് ഫലത്തിൽ, അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങൾ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകും. വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്കൊക്കെ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം, ഭാഗ്യം വന്നു ചേരും. അനാവശ്യ ബന്ധങ്ങളുടെ ഇടപെടലുകൾ, മൂന്നാമതൊരാളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് തന്നെ പരസ്പരം സംസാരിച്ച് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ആരോഗ്യപരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ലഭിക്കാനുള്ളതൊക്കെ നിങ്ങളെ തേടി വരുന്ന കാലഘട്ടമാണ്. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത എല്ലാ നന്മകളുടെയും ഫലം ഈശ്വരൻ മുന്നോട്ട് നിങ്ങൾക്ക് നൽകും. ഈ ഒരു സമയം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവരവരുടെ കർമ്മത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. കർമ്മസംബന്ധമായി ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധമായിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ളൊരു മുന്നേറ്റം നിങ്ങൾക്ക് ലഭിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് അപ്രതീക്ഷിത ഭാഗ്യം, നന്മകൾ വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. അതൊരു ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ, നന്മകൾ ഈ ഒരു സമയത്ത് വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം വിട്ടുമാറുക. കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് ആ വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം, പ്രയാസങ്ങൾ വിട്ടുമാറി. കുംഭം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്ക് നല്ല വിവാഹം ഉണ്ടാവുക, മംഗല്യഭാഗ്യം ലഭിക്കുക, വിദ്യാഭ്യാസം ലഭിക്കുക, വിദേശ ജോലി, വിദേശവാസം ലഭിക്കുക, നല്ല ഒരു പൊസിഷനിൽ അവരവരുടെ സന്താനങ്ങൾ എത്തുന്നത് കാണാൻ സാധിക്കുക. അതുമൂലം ഒരു മനസ്സമാധാനം, സന്തോഷമൊക്കെ ഈ കാലഘട്ടത്തിൽ ലഭിക്കും. ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തികളാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും. നിങ്ങൾക്ക് ഈ സമയത്ത് അവരവരുടെ കുട്ടികളാൽ ഒരുപാട് നന്മകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയവുമാണ്. പ്രധാനമായിട്ടും കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ അധ്യായമെന്ന് പറയുന്നത് പോലെ ഒരു തുടക്കം തന്നെയാണ്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച്, കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള
പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു വന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, സംശയമില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും ഒരു നല്ല മാറ്റം, നല്ല തുടക്കത്തിൻ്റെ ആരംഭമാണ്. അത് നിസ്സംശയം നമുക്ക് പറയാം. അതുകൊണ്ട് ഈ ഒരു സമയം കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളെല്ലാവരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം നിങ്ങൾക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. ജാതകപ്രകാരം കൂടെ ആ ദശാകാലഘട്ടം കൂടെ അനുകൂലമാണെങ്കിൽ 10 മടങ്ങ് ഇരട്ടി ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരും. ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇത് ജീവിതത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ മാറ്റത്തിൻ്റെ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും മുന്നോട്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.